ഹലോ, അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിലോട്ടാണ്, അതായത് കഞ്ഞിപ്പുരയിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇപ്പം നമുക്കറിയാം കൊട്ടൂർ അമ്പലത്തിലേക്ക് പോകേണ്ട സീസണാണ്. അങ്ങനെ ഈ പ്രദേശത്തുള്ള തീയ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും വ്രതമൊക്കെ എടുത്ത് പോകുന്ന ആ ഒരു ഇതിനാണ് കഞ്ഞിപ്പുര എന്ന് പറയുന്നത്. നമ്മുടെ തറവാട് കഞ്ഞിപ്പുരയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയതാ ഒരു ഫുഡെല്ലാം കഴിച്ച് ഇവർ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ കഞ്ഞിയാണ്. കഞ്ഞിയും ചക്കയും അതൊരു പ്രത്യേക രീതിയിലായിട്ട് വിളമ്പൊക്കെ ചെയ്യുന്നത്. കാരണം നല്ലൊരു തട, നമ്മുടെ ആ ഒരു വാഴേൻ്റെ ഇതുകൊണ്ട് തടം വെച്ച് അതിലേക്ക് വാഴയിലൊക്കെ വെച്ച് കഞ്ഞി നല്ല കുമ്പിളായിട്ട് കുത്തി കഞ്ഞിയൊക്കെ വിളമ്പി. പിന്നെ ഇത് പ്ലാവില കൊണ്ടാണ് ഈ ഒരു കഞ്ഞി കുടിക്കുന്നത്. അതിൻ്റെ കൂടെ ചക്കയും നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാവും. അച്ഛനാണ് കേട്ടോ അതൊക്കെ വിളമ്പുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കാണുന്നതും കഴിക്കുന്നതൊക്കെ. ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മമ്മയുടെ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം. പിന്നെ ഈ കൊട്ടൂർ അമ്പലത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് താഴെ കമൻറ്റായിട്ട് പറയാം.